ഇന്ന് നമ്മൾ ജോർജറ്റിൻ്റെ ഫാബ്രിക്കിലാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും സിൽക്ക് ത്രെഡ്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്, ഇത്രയും കളേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഗോൾഡൻ കളറിലെ ചെറിയ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കട്ട് ബീഡ്സ് ചെയ്യാനായിട്ട് ഞാൻ അരി നീഡിൽ എടുത്തിട്ടുണ്ട്. നമ്പർ 24 ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബീഡ് വർക്ക് ചെയ്യുന്നത് നമ്മൾ അരി നീഡിൽ വെച്ചിട്ടാണ്. ഇതാണ് പാറ്റേൺ വന്നിട്ട്. അതുപോലെ 7 ലൈൻ വരച്ചിട്ട് ഓരോ ലൈനിലും 2 ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് വരുന്നത്. ബാക്കിയെല്ലാം ലീവ്സ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ലൈനേക്കാളും അടുത്ത ലൈൻ വരയ്ക്കുമ്പോൾ ചെറിയ ലൈൻ വരയ്ക്കണം. ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ നമുക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ലൈനുകളെല്ലാം വരച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ചെറിയ ലൈൻസിലെല്ലാം നമുക്ക് കട്ട് ബീഡ് വർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു 3 കട്ട് ബീഡ്സ് എടുക്കുക. ഇതുപോലെ തന്നെ അരി നീഡിൽ വെച്ചിട്ട് വർക്ക് ചെയ്ത് പോകുക. ഇത് നോർമൽ നീഡിൽ വെച്ചിട്ടും വേഗത്തിൽ തന്നെ വർക്ക് ചെയ്ത് പോകാവുന്നതാണ്. നമുക്ക് ലോക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൽ തന്നെ ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ നമുക്കൊന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമുക്ക് ലോക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇതുപോലെ ഒരു ത്രെഡ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു റൗണ്ടുള്ള ഭാഗത്തെല്ലാം ഈ ഫ്ലവേഴ്സ് ഒന്ന് ചെയ്ത് കൊടുക്കണം. ബുള്ളിയൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ലൈനിലും ഫ്ലവേഴ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം, കളേഴ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഓരോ ത്രെഡിന് ചുറ്റുമ്പോഴും നമുക്കൊരു 10 ടൈംസോ അല്ലെങ്കിൽ 12 ടൈംസോ ഒക്കെ നമുക്ക് നീഡിലിന് ത്രെഡ് ചുറ്റി കൊടുക്കാം. ആദ്യത്തെ 2 പെറ്റൽ ചെയ്യുമ്പോൾ മാത്രം നമുക്കൊരു 7 ടൈംസ് നീഡിലിൽ ത്രെഡ് ചുറ്റി കൊടുത്താൽ മതി. ബാക്കിയുള്ള പെറ്റൽസൊക്കെ ചെയ്യുമ്പോൾ 10ൽ കൂടുതൽ പ്രാവശ്യം നമുക്ക് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ബാക്കിയുള്ള ഫ്ലവേഴ്സും നമുക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ 2 സൈഡിലായിട്ട് നമുക്ക് ലീഫ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഡേസി ഡേസി സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ത്രെഡ് ഞാൻ ഒരു 8 സ്റ്റാൻഡ്സിലാണ് എടുത്തിട്ടുള്ളത്.
അതുപോലെ ലീഫുകൾ തമ്മിലും ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. പിക്ചറിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.